കമ്പനിക്കാരൻ വ്ളോഗ്സ്. ഇങ്ങനൊരു തോട്ടം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഞാൻ കൊന്നേനെ. ഒരു പെർഫെക്റ്റ് മുന്തിരിക്കുല. മുന്തിരിക്കുല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇതൊരു പടം പോത്ത് നിൽക്കണ മുറ്റത്തുണ്ടോ. എടി ഒരു കാര്യം ഇതെന്നെ പരത്തില്ലെന്ന് പറയണത് ഇത് ഡയറക്റ്റ് കീടനാശിനി വെച്ചിട്ടുണ്ട്. ഗൗരി ശങ്കർ എന്നോട് ഫ്രണ്ട്. കമ്പനിക്കാർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കമ്പനിക്കാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കമ്പനിക്കാർ സബിൻ. നമ്മളിന്ന് തമിഴ്നാട് കമ്പത്തുള്ള മുന്തിരിപ്പാടം കാണാൻ പോവുകയാണ്. അങ്ങനെ കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറ്റൊരു സംസ്ഥാനത്തുകൂടി യാത്ര ചെയ്തതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും. വഴിയിലൊക്കെ മൊത്തം കുരങ്ങന്മാരാണ്. നമ്മൾ അതൊക്കെ കണ്ട് ഞാൻ മുമ്പോട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുവന്ന പൈപ്പ് കണ്ടത്. പിന്നീട് അത് പൊട്ടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു കുറച്ചു നേരം. സൂപ്പർ വഴിയാണ്. അതെ, നമ്മളങ്ങനെ തമിഴ്നാട് ഇറങ്ങിയിരിക്കുകയാണ്. മല മുകളിൽ നിന്ന് ഇറങ്ങി, മലയൊക്കെ ഇറങ്ങി തമിഴ്നാട് റോഡ്. ഇപ്പോൾ നമ്മുടെ നിരപ്പായ സ്ഥലമല്ലേ, റോഡ് തന്നെ കിടക്കണം. തമിഴ്നാട് കയറിയപ്പോൾ തന്നെ കാഴ്ചകളൊക്കെ മൊത്തം മാറി. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും കൃഷിയാണ് കാണുന്നത്. വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും ഫുള്ള് കൃഷി മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടത് മൊത്തം തെങ്ങും തോപ്പായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കണ്ടത് വാഴക്കൃഷിയാണ്. ഇത് തമിഴ്നാട് സർക്കാർ പണിത് കൊടുക്കുന്ന വീടാണെന്നാണ് നിതിൻ ചേട്ടൻ പറഞ്ഞത്. ഇത് എന്താണെന്നുള്ളത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം നമ്മൾ കാണുന്നത് മൊത്തം മാവാണ്. ഇവിടെ നിന്നാണ് മാമ്പഴം മൊത്തം നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. പിന്നീട് കണ്ടത് കരിക്ക് കൃഷിയായിരുന്നു. നമ്മളങ്ങനെ തമിഴ്നാട് കയറി. കമ്പല്ലടി, കമ്പാണ്. തേനിയ. നമ്മള് മുന്തിരിത്തോട്ടം കാണാൻ വന്നേക്കും. മുന്തിരിത്തോട്ടം എങ്ങനെയുണ്ട്? തമിഴ്നാട് കയറി കഴിഞ്ഞപ്പോ ആ ഒരു ഇതങ്ങ് മാറിയില്ലേ? നമ്മളാ മലയും കുന്നൊക്കെ ഇറങ്ങി. നമ്മുടെ അടിവാരത്ത് നമ്മുടെ ലൊക്കേഷൻ എന്താന്ന് നോക്കിയില്ലേ, 11 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അത് ഒറ്റ സ്ട്രെച്ചിലെങ്ങും പോകുന്നില്ല. കാര്യമായിട്ട് വളവും തിരിവും ഒന്നുമില്ല. ഡിവൈഡർ വെച്ചതല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. അത് ഇതുകൊണ്ടാ വെച്ചേക്കണം, പാഞ്ഞൂത്തി പോവും. എടി ഇതിലൊന്നും മുന്തിരി ഇല്ലല്ലോടി. പറ്റില്ല, നമ്മളെ ടൈം ആയിട്ടില്ല. സീസണിൽ വന്നായിരുന്നു. ഞാനോടത്ത് കഴിഞ്ഞ കൊല്ലം എന്താണ് വന്നായിരുന്നു, 4 കൊല്ലം മുമ്പ് വന്ന കഥ പറഞ്ഞിട്ട് ഇങ്ങനൊരു തോട്ടം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഞാൻ കൊന്നേനെ. ക്രിസ്മസിന്റെ ആണെന്ന് തോന്നുന്നു. മൊത്തം സ്റ്റാറൊക്കെ ഉണ്ട് അവിടെ പാക്ക് ചെയ്യണോ. ശരി, ഇത് ഇവിടെ തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് ഇവിടെ തന്നെ പാക്ക് ചെയ്ത് ഇവിടെ തന്നെ സംസ്കരിച്ചു. ഇവിടെ നിന്നൊരു വഴിയുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ബുള്ളറ്റ് കയറാൻ തോന്നാതെ. ഡയറക്റ്റ് കീടനാശിനി ആക്കിയാണ്. എന്നാ കൂടെ കടിക്കാൻ നോക്കും. ആരൊക്കെ ഇങ്ങനെ കടിക്കാൻ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാത്തിനും ഇങ്ങനെ കടിക്കാൻ വേണ്ടി ഇത് കുനിഞ്ഞു പോണല്ലോ. മുന്തിരി തലയിടിച്ചു മുന്തിരി പൊളിഞ്ഞെന്ന് പറഞ്ഞു. ഒരു പെർഫെക്റ്റ് മുന്തിരിക്കുല. മുന്തിരിക്കുല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം ഇവിടെ എല്ലാവരും മഞ്ഞ.
മുന്തിരിപ്പാടം കണ്ടില്ല ഇതാണ് മുന്തിരിപ്പാടം. മുന്തിരിപ്പാടം പൂത്ത് നിൽക്കണ മുറ്റത്തുണ്ട്. ഇത് അങ്ങോട്ട് കടക്കാരിക്കാൻ വേണ്ടി കിട്ടിയാണ്. നമുക്ക് ഇത്ര ഭാഗത്ത് ആൾക്കാർക്ക് പുള്ളി പറിക്കാൻ നോക്കണം. ആരെങ്കിലും തൊടുവോ പറിക്കുകയോ ചെയ്താൽ അപ്പോൾ ശ്രമിക്കും. നീ വെറുതെ എന്നെ കൊണ്ട് തിരികെപ്പിക്കുന്നു. വൈകിട്ട് ഞാൻ 8 മണിയാവും വരുമ്പോ. ബുധനാഴ്ചയ്ക്ക് നോക്കാം. എടി ഒരു കാര്യം ഇതെന്നെ പരത്തില്ലെന്ന് പറയണേന്നല്ല, ഇത് ഡയറക്റ്റ് കീടനാശിനി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് തിന്നരുതെന്ന് പറയണം. ഒരെണ്ണം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് നടന്നത് ചത്തു പോകുന്നുണ്ട. വ്യത്യസ്തമായ ടേസ്റ്റില്ല. എന്തോന്നടി വൈൻ ഷോപ്പിൽ നിന്ന് വണ്ടിപ്പോയിരിക്കുന്നുണ്ട്. അവര് ദയ തോന്നി തരുമെന്ന് ഓർത്തിട്ടാണ്. കുറെ നേരം ഇരുന്ന് കഴിയുമ്പോ കിട്ടുമെന്ന് ഓർത്തായിരിക്കും. ഇതന്നെ ഇതിന്റെ ഫ്രണ്ട് ഇരിക്കണേ. അവര് ചുമ്മാ തരുമെന്ന് ഓർത്തു. ക്ലാസ് വെച്ച് കൊടുക്കാം. വണ്ടിയിലൊരെണ്ണം വെച്ചിട്ടുണ്ട് അങ്ങ് എടുത്തോണ്ട് വരാറുന്നല്ലേടാ. എന്റെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ട് വഴിയില്ല. തമിഴ്നാട്ടിൽ നിന്നും ഇവളുടെ ഒരു ഫ്രണ്ട് വരുന്നു. ആമാ എപ്പോ വരും തെരിയില്ലേ തെരിയില്ലേ എന്ന് പറഞ്ഞാ എന്നാ അവൻ ഭയങ്കരമാ വളർന്നു പോയി. വളർന്നാച്ചിപ്പോ കൊളപ്പുള്ള ஆனா 40 മിനിറ്റ്സ് சொல்லிட்டு 40 മിനിറ്റോ എങ്ക എപ്പോഴെന്നറിയാം നമ്മളാ ചോര ഇറങ്ങിയ സമയത്ത് ചുരം ഇറങ്ങിയ സമയത്ത് അവൻ കോൾ பண்ணிட்டு சொல்லி 40 மினிட்ஸ் ஓகே தேனி நீங்க எங்க இருக்கு நான் கிரேப்ஸ் தோட்டத்துல இருக்கு கிரேப்ஸ் கார்டன் ஜெனிஸ் நாங்க என்ன ഓക്കെ ഓക്കെ വാ അല്ല വന്നിട്ട് കാണാൻ സീക്രം വാ ഗൗരി ശങ്കർ എന്നോட ഫ്രണ്ട് വന്നുകൊണ്ടിരിക്കുക ഇന്നടത്തൊക്കെ പോയി വരാം. ചവള കഴിഞ്ഞ് പൊക്കം കുറവൊന്നുണ്ടാവും. ക്യാഷ് ഉണ്ടായി പൊക്കം കുറവൊന്നും അങ്ങനെയാട്ടോ പൊക്കം കുറവൊരു വിഷയം. പിന്നെ ചെറുക്കനെക്കാളും പെണ്ണിനെക്കാളും ചെറുക്കനും പൊക്കം എനിക്കിഷ്ടമല്ല. ഇങ്ങനെ വെറുതെ അല്ല പെണ്ണ് കിട്ടാത്ത. എനിക്ക് പെണ്ണ് വേണ്ട. എനിക്ക് പെണ്ണ് വേണം നിർബന്ധമൊന്നുമില്ലല്ലോ. എൻ്റെ അടുത്ത് പറയില്ലേ, എൻ്റെ അടുത്ത് ഇടയിലോ അടിക്കരുത് നിങ്ങൾ. നമുക്കിവിടെ വൈനും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കതിൻ്റെ വിലയൊക്കെ ഒന്ന് എനിക്ക് ചോദിക്കാം. മിക്സ്ഡാ? ഹലോ ഫ്രൂട്ട് വൈൻ ആപ്പിൾ ഗ്രേപ്പ് മിക്സ്ഡ് എൻട്രി ലെവൽ വൈൻ. ഷോപ്പിൽ എൻട്രി ലെവൽ വൈൻ ഇത് 350 rupees. കമ്പനിക്കാരൻ വ്ളോഗ്സ്. സനൂജയുടെ ഒരു കൂട്ടുകാരനെ നോക്കി കയറുന്നത് ശ്രീഹരി. എന്നെ എനിക്ക് പേര് മറന്നു. ഗൗരി ശങ്കർ. ഗിരിയോ? ഗൗരി ശങ്കർ. ഗൗരി ശങ്കർ. ഗൗരി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പെണ്ണാന്ന് ഓർത്തിരുന്നത്. പക്ഷെ അതൊരാണായിരുന്നു. അവളുടെ ഒപ്പം എന്തോ ട്രെയിനിങ്ങിന് പോയ ആരാണ്ടൊക്കെ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് വരാം. അപ്പോൾ നമ്മൾ ഈ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. നമ്മളവിടുത്തെ കാലം എത്ര രൂപ കുറവുണ്ട് ചേട്ടാ? 3.5 രൂപ എന്താണ് കുറവുണ്ട് നമ്മളെ അവിടുത്തെ കാലം. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അടിച്ച് നമ്മൾ പോകാൻ വേണ്ടി കയറുന്നത്. അപ്പോഴാണ് ഇവർ
കുറേ നേരമായി നോക്കിക്കണം, ഇവർക്ക് വഴി വെച്ച് നടക്കുമായിരുന്നു. നമുക്ക് 12 മണിയായി, ഇനിയിപ്പോൾ നമുക്ക് വാഗമണ്ണായിട്ട് വേണ്ട, സമയം വൈകിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ നോക്കിക്കോ, ഇനിയിപ്പോഴും സമയം വൈകി, ഇനിയിപ്പോൾ എന്താ തീരുമാനം എന്നറിയില്ല. നമുക്ക് പോവാം. അജീഷൊക്കെ മുമ്പിലേക്ക് പോയിട്ടുണ്ട്.